ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ. നിങ്ങൾ എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല? നിങ്ങൾ ഇനി വണ്ടി വെഡും വെച്ച് വണ്ടിക്കകത്ത് ആ വീട്ടിൽ തന്നെ വണ്ടിക്കകത്താണ് കിടന്നു തുടങ്ങണേ, നിങ്ങളുടെ ഒരു അഡ്രസ്സും ഇല്ലല്ലോ എന്നൊക്കെയാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ്. മെയിൻ റീസൺ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു കുറേ ആഴ്ചകളായിട്ട്. ബെഡ് ചെയ്ത് കഴിഞ്ഞിട്ടും അതിനിടയ്ക്കാണെങ്കിലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു കേട്ടോ. കൊച്ചിന് വയ്യ, ചേട്ടായിക്ക് വയ്യ, എനിക്ക് വയ്യ, വീട്ടിലുള്ളവർക്ക് വയ്യ, അങ്ങനെ തന്നെയായിരുന്നു. ഇതിനു മുമ്പ് ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റൽ കേസൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് കുറ്റങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആശുപത്രി കേസൊന്നും ഇങ്ങനെ വീഡിയോയിൽ ഇനി പറയുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ യാത്രകളും കാര്യങ്ങളും തുടങ്ങാൻ വേണ്ടി പോവാണ്. ക്രിസ്മസ് കഴിഞ്ഞു അല്ലേ? അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിയാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ സൗണ്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊന്ന് ലെവൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നിന്നിരുന്നത് എന്ന് വിചാരിച്ചു. അതെ, ഇനി നമ്മളെ വണ്ടിയിൽ നമ്മൾ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടിച്ചു കിട്ടും. കുറഞ്ഞ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. നമുക്കൊരു ചേട്ടൻ ചെയ്തു തന്നിട്ട്. ഇത് ഈക്കോയാണ്. ഇവിടെ വേറൊരു വണ്ടിയായിരുന്നു, അത് വെട്ടി ആ ചേട്ടൻ ഈക്കോയാക്കി തന്നു. കാരവാൻ. ഇനി ഇവിടെ ചെറിയൊരു ജസ്റ്റ് ഒരു പേര്, വണ്ടിക്ക് നമ്മളൊന്ന് പേരിട്ടു, മിഗായേൽ. നമ്മൾ എപ്പോഴും എല്ലാ നാനോയ്ക്കൊക്കെ കുറേ പേരുകൾ അന്വേഷിച്ച് നമ്മൾ ഇട്ടിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മിഗായേൽ അടിച്ചു. അതുപോലെ ബേക്കിലും ഒരു പേരടിച്ചു. സൈഡിൽ ഒന്ന് കാണിച്ചു കൊടുക്കും. സൈഡിൽ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ അടിച്ചു, ഇവിടെ മിഗായേൽ അടിച്ചു, സൈഡിൽ വാൻ ലൈഫ് എന്ന് അടിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എനിബഡി ക്യാൻ ഡു ജസ്റ്റ് അടിച്ചു. സൈഡിലും അതുപോലെ തന്നെ വാൻ ലൈഫ് എന്ന് അടിച്ചു കേട്ടോ. സൈഡിലും അതുപോലെ തന്നെ വാൻ ലൈഫ്. വണ്ടി ഒന്ന് കഴുകണം, വണ്ടീന്റെ കോലം സത്യാവസ്ഥയാണ്. കഴുകണം. എന്തുകൊണ്ട് കഴുകുന്നില്ല? വെള്ളം കൊണ്ട് കഴുകുന്നില്ല. അതെ, നമുക്ക് പോവാം. നമുക്ക് പോയിട്ട് നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് ഗ്യാസ് സ്റ്റൗവിന്റെ പൈപ്പ് മേടിക്കാൻ ഓർത്തോ. അതെ, അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും സെറ്റ് ആക്കിയിട്ട് നാളെ നാളത്തേക്കായിട്ട് നമ്മൾ സ്റ്റാർട്ട്. കാരണം നമ്മളിതില് നമുക്ക് ആകെ ചെയ്യാൻ പറ്റാത്തൊരു കേസ് കിട്ടുന്ന പറഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല. കർട്ടൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ കർട്ടൻ കുറെ അന്വേഷിച്ചു, പക്ഷെ എന്തോ ഒരു റീസൺ കാരണം നമുക്ക് അത് പറ്റുന്നില്ല. നമ്മൾ വേറൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നമ്മുടെ വണ്ടിക്ക് സ്യൂട്ട് ആവുന്നില്ല. അപ്പൊ നമ്മൾ റിട്ടേൺ അടിച്ചു. പിന്നെ അതെല്ലാരും പറയുന്ന ഒരു കാര്യമായിരുന്നു, ഡാഷ് ക്യാമറ വാങ്ങണം എന്നുള്ളത്. നമ്മുടെ മെയിൻ ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അത് വാങ്ങിയിട്ടുണ്ട്. നമ്മളത് 4K ഒന്നും അല്ല, പക്ഷെ 3 ഇത് വരുന്നതാണ് ക്യാമറ വരുന്നത്. വണ്ടിക്ക് ഉള്ളും വണ്ടിക്ക് പുറത്തും അതുപോലെ വണ്ടീന്റെ ബേക്ക് സൈഡും കാണിക്കുന്ന ഒരു ക്യാമറയാണ്. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് നമ്മൾ വേറെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളൂ, സാധനം ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല. നമുക്ക് അതൊന്ന് ഫുള്ള് ചെക്ക് ചെയ്തിട്ടൊക്കെ നോക്കാട്ടോ. അതൊരു മിച്ചർ നിന്നോണ്ടിരിക്കുന്ന ആരടി. നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ നമ്മുടെ അമ്പലവയൽ ടൗണിൽ എത്തിട്ടോ. അമ്പലവയൽ സിറ്റി. അതെ, ഇവിടെ മെയിൻ ആയിട്ട് ഇപ്പം ജനുവരി 1-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പൂപ്പലി 2026 ഇതിന്റെ അന്താരാഷ്ട്ര പുഷ്പമേള. അതെ, നമ്മുടെ ഇടതുവശത്ത് കാണുന്നതാണ് കേട്ടോ. ഇടത്ത് സൈഡിലാണ് വലത്തെ സൈഡിലാണ് പരിപാടികൾ നടക്കുക. ഇടത്തെ സൈഡിൽ നമ്മുടെ ഓഫീസും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ വണ്ടികളൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. ഇപ്പൊ ഒരു ജനുവരി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ജനുവരി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് എടുക്കാൻ പോലും പറ്റില്ല. പൂക്കളൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങി. നമുക്ക് ഒരു സ്ഥലങ്ങാല്ലേ. നമ്മള് ശരിക്കും ബത്തേരിക്ക് ചുള്ളിയോട് വഴിയാട്ടോ പോകുന്നത്. കാരണം അവിടെ അപ്പുറത്തെ വഴി വഴി കുളവപ്പാറ തൊട്ട് അങ്ങോട്ട് ഫുള്ള് തിരക്കാ, നമുക്ക് വണ്ടി ഓടിച്ച് പോകാനേ പറ്റില്ല. അപ്പൊ ഈ വഴിയാകുമ്പോ കുഴപ്പമില്ല, നമുക്ക് ഈ വഴി പോവാം. അപ്പൊ നമ്മൾ അങ്ങനെ ചുള്ളിയോട് എത്തിട്ടോ. ചുള്ളിയോട് കഴിഞ്ഞു. അപ്പോൾ ഇപ്രാവശ്യത്തെ ട്രിപ്പിൽ നമ്മുടെ കൂടെ ഇദ്ദേഹം ഉണ്ട് കേട്ടോ. എല്ലാവരും കാത്തിരിക്കുന്ന ആളാണെന്ന് അറിയാം. കുറെ പേര് കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ കുറെ ആൾക്കാരുടെ ചോദ്യം ഉണ്ടായിരുന്നു, പിന്നെ കൊച്ചിനെ നിങ്ങൾ എന്താ സ്കൂളിലൊന്നും ചേർത്തുന്നില്ലേ, അവളുടെ ഭാവി എന്താവും, അവൾക്ക് പഠിക്കണ്ടേ, അങ്ങനെയൊക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ശരിയാണ്. പക്ഷെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ആശാത്തിക്ക് ഈ വയസ്സും പ്രായമൊന്നും ആയിട്ടില്ല. അപ്പോ ഈ വർഷം നമ്മൾ ചേർത്തിട്ടോ. കൊച്ചിനെ ചുള്ളിയോട് തന്നെയുള്ള ഒരു സ്കൂളിലാണ് നമ്മൾ ചേർത്തിയത്. സെന്റ് തോമസ് എന്ന് പറഞ്ഞ സ്കൂളിൽ നമ്മൾ ചേർത്തി. പക്ഷെ ജൂൺ വരെ സമയമുണ്ട്. അതുകൊണ്ട് നമ്മൾ ജൂൺ വരെ ഈ ട്രിപ്പിൽ നമ്മളെ കുഞ്ഞാറ്റി ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഇവിടെ കുറേ ആൾക്കാർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. കുറേ ആൾക്കാരുടെ ചോദ്യമാണ് കൊച്ച് വരുന്നില്ലേന്ന്. അപ്പൊ ഈ ട്രിപ്പിലും കൂടെ നമ്മുടെ കൂടെ കുഞ്ഞാറ്റുണ്ടാവും കേട്ടോ. പിന്നെ നമ്മളിനി വെക്കേഷനൊക്കെ മാത്രമാണ് കുഞ്ഞാറ്റിന്റെ വീഡിയോയിൽ കാണിക്കുള്ളേ. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് പോകുന്നത് നമ്മുടെ യാത്രക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മുഴുവനും കർപ്പൂരം വരെ വാങ്ങണം. ഒരു വീട് നമ്മൾ പണിതല്ലോ, അപ്പൊ വീട്ടിലേക്കുള്ള സകല സാധനങ്ങൾ നമുക്ക് മേടിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ബത്തേരിയിൽ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ കൊച്ചിന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. അതെല്ലാം വാങ്ങിയിട്ട് അതൊക്കെ നമുക്ക് വാങ്ങാട്ട് പോയിട്ട്. അങ്ങനെ ഞങ്ങൾ 7 days എത്തി കേട്ടോ. ഈ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങണം. ഇതിനു വേണ്ടി പോവാണ് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ എത്തിട്ടോ. കുഞ്ഞാറ്റേനെ ഫ്രണ്ടിൽ ഇരുത്തി തള്ളാൻ തുടങ്ങിയായിട്ടേ. ഇതാകുമ്പോ ഈ എടുത്തോണ്ട് നടക്കണ്ട. അതല്ല, മാക്സിമം ഓഫറുള്ള സാധനം മാത്രം നോക്കിയെടുക്കണം അല്ലേ നമുക്ക് ശരിയാവില്ല, പണി പാടുന്നില്ലേ. ഇങ്ങോട്ടൊക്കെ വാ, ഇവിടെയൊക്കെ സാധനങ്ങൾ എടുക്കണ്ട്, മസാല അത് ഇതൊക്കെ എടുക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കും. തന്നെ വണ്ടി ഓടിച്ച് പോകുന്നത് കണ്ടോ എൻ്റെ കുഞ്ഞെ, വണ്ടി വീഴും. കാരണം ഇതിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ, വേണ്ടാത്ത സാധനങ്ങളൊക്കെ വാരിയിടുന്നുണ്ടേ. ചേട്ടി ഇതിങ്ങനെ കൂടാക്കി വെച്ചതുണ്ടല്ലോ, കിഴങ്ങാ? ആ, ഇങ്ങനെ എടുക്കാനാ? ആ, അങ്ങനെ എടുത്തോ. പേടിയാവണം, കാരണം വീഴും എന്നുള്ള ബോധം ഇടയ്ക്കൊക്കെ ഇരിക്കുന്നത് നല്ലതാ. തിരിച്ചു പോവാ, എന്നാ ശരി വാ. അങ്ങനെ നമ്മുടെ സാധനം എടുപ്പ് കുറച്ച് കൂടിയോ എന്നൊരു സംശയമല്ല, കൂടിയില്ലേ? പക്ഷെ നമുക്ക് വേറൊരു കാര്യം, ഇത് മൊത്തം നമുക്ക് നമുക്ക് കൊണ്ടുപോകാനുള്ളതല്ല കേട്ടോ. നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങളോട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. കൊച്ചിന് വേണമെങ്കിൽ ഒരെണ്ണം എന്തെങ്കിലും പ്രാവശ്യം കൊണ്ടിട്ട് തിരിച്ച് അതേപോലെ കൊണ്ടുവന്നാ, വെറുതെ വേണ്ട. ഇവിടെ അങ്ങനെ പലതും പറയും. പോട്ടെ, അവളുടെ മുന്നിൽ അങ്ങനെയൊക്കെ വേണോന്ന് നോക്കി ചോദിക്കാവോ? അവൾക്ക് വേണ്ടാത്തായിട്ട് ഒന്നും ഉണ്ടാവില്ല, കൊച്ചിനെല്ലാം വേണം. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞു കേട്ടോ. ഒരു വണ്ടി സാധനം ഉണ്ടേ. ഞങ്ങളെ ഇവിടുത്തെ സ്റ്റാഫിനെ ഞങ്ങൾക്ക് കൊണ്ടുവച്ച് തരാമെന്ന് പറഞ്ഞു കേട്ടോ. കുഞ്ഞാറ്റേനെ എടുക്കണം, പിന്നെ എനിക്ക് തള്ളാൻ പറ്റില്ലാത്തതുകൊണ്ട് കൊണ്ടുതരാമെന്ന് പറഞ്ഞേ. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിക്കഴിഞ്ഞു. ഇനി കുഞ്ഞാറ്റയ്ക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും കൂടെ വാങ്ങിയത് കേട്ടോ. ഒരു മലപോലത്തെ ലിസ്റ്റ് മൊത്തത്തിൽ ഞാൻ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ചേട്ടേൻ്റെ കണ്ണും തള്ളി. പക്ഷെ മൊത്തത്തിലുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇതെല്ലാം കൊണ്ടുപോകാനുള്ള മൊത്തം സാധനം ഇതിനകത്ത് ഉണ്ട്. ഇപ്പോൾ ബില്ല് കണ്ട് തല കറങ്ങിയതിൻ്റെ ആണോ ഈ താടിക്ക്? ഭയങ്കര ഓഫർ ആയിരിക്കും പക്ഷെ ഇവിടെ ഓഫറിന്റെ ഇതൊന്നും എനിക്ക് കാണുന്നില്ല. പക്ഷെ ഓഫർ ഇട്ടിട്ടുണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാത്തതാണോ എന്ന് അറിയില്ല. ഇനി എങ്ങോട്ടാ? അല്ല, കൊച്ചിന് തുണി വാങ്ങണ്ടേ? കൊച്ചിന് കൊണ്ടുപോകണല്ലേ? ഇല്ലട്ടാ, കൊച്ചതിനകത്ത് കൊറേ അവിടുന്ന് ഇവിടുന്നൊക്കെ വലിച്ചു വരാൻ പറ്റുന്നൊക്കെ വലിച്ചു വരി എന്ന് പറഞ്ഞ പേരിഞ്ചാതി ബ്ലോക്കാണ്, ഒരു രക്ഷയില്ല. അതെന്താ പറയുക, ക്രിസ്മസ് കഴിഞ്ഞ ദിവസം ടൗണിലേക്ക് ഇറങ്ങാൻ പാടാവുമല്ലോ. ഇവിടെ തന്നെ ഏതെങ്കിലും ഒരു കടയിൽ ഡ്രസ്സ് വാങ്ങി നേരെ വിട്ടാലോ? അല്ല, അമ്പലയിൽ ചെന്ന് വാങ്ങാം ടൗണിലേക്ക്. അല്ല വേണ്ട, അമ്പലയിൽ വാങ്ങാൻ പറ്റില്ല, ഇവിടെ തന്നെ വാങ്ങണം. അങ്ങനൊരു ചടങ്ങുണ്ട്. അപ്പൊ നമ്മളങ്ങനെ ഇന്നലെ സാധനങ്ങളൊക്കെ വാങ്ങി ഇവിടെ ലേറ്റ് ആയിട്ടാണ് എത്തിയത് കേട്ടോ. അതുകൊണ്ട് വീഡിയോയും കാര്യങ്ങളും ഒന്നും ഞങ്ങൾ എടുത്തില്ല. പക്ഷെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. അപ്പൊ നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങി നമ്മൾ കാണിച്ചല്ലോ. എല്ലാ സാധനങ്ങളും ഞങ്ങളിവിടെ സെറ്റ് ചെയ്തു, ഡ്രസ്സും കാര്യങ്ങള് അങ്ങനെയെല്ലാം. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോഴേ നമ്മള് നാനോയിൽ കൊണ്ടുപോയി അത്ര സാധനം ഇല്ലാത്ത ഒരു ഫീൽ അല്ലേ? ഇല്ല അല്ലേ? പക്ഷെ വേറൊരു കാര്യം പറയട്ടെ, ഇനി ഇതെല്ലാം നമ്മുടെ അടുക്കള സെറ്റിലേക്ക് അങ്ങ് കയറ്റി കഴിഞ്ഞാലേ പിന്നെ കുറച്ച് സാധനങ്ങൾ തുണി കുറച്ച് എക്സ്ട്രാ ഉണ്ട്. കാരണം കൊച്ചിനെ മെയിൻ ആയിട്ട് ഇപ്പൊ തണുപ്പ് സീസൺ ആയതുകൊണ്ട് ഞാൻ സെറ്ററും കാര്യങ്ങളും അതാണ് ഇങ്ങനെ വീർത്തിരിക്കുന്നത്. അതൊക്കെ അതുകൊണ്ടാണ്. അല്ല, നമ്മളിങ്ങനെ ഡയലോഗ് അടിച്ചോണ്ടിരുന്ന എനിക്ക് എന്തൊക്കെ പണിയുണ്ടെന്ന് അറിയോ? കർട്ടൻ ചെയ്യണം, അതേപോലെ ക്യാമറ പിടിപ്പിക്കണം, ഈ സാധനങ്ങളെല്ലാം ഉള്ളിൽ കയറണം നമ്മള്. അപ്പൊ ഇനി നമ്മൾ പറയട്ടെ, അത് മാത്രല്ലല്ലോ, നമുക്ക് ഇതിനുള്ളൊന്ന് വാക്യൂം ക്ലീൻ വെച്ച് ക്ലീൻ ചെയ്യണം. അതുപോലെ നമ്മള് ബാറ്ററി ചാർജ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കൊണ്ടുപോകണം. നമ്മൾ ഈ പ്രാവശ്യം കണക്ട് ചെയ്യുന്നില്ല, അല്ലാണ്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ കർട്ടൻ്റെ ഇതെന്താ സെറ്റപ്പ് ചെയ്തേക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ ഈ സ്പ്രിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നോക്കി, ഇവിടെയൊക്കെ സെൽഫ് സ്ക്രൂ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്താൽ കർട്ടൻ റെഡിയാണ്. നമ്മൾ പണ്ടത്തെ പോലെ, അതെ, കർട്ടൻ്റെ തുണി ഇതാണ്. നമ്മൾ പണ്ടത്തെ പോലെ വാരി വലിച്ച് അലമ്പാക്കിയിടുണ്ടല്ലോ അല്ലേ? എന്തായാലും നമ്മളൊരു പ്രൊഫഷണൽ ടച്ചിലേക്ക് ഇപ്രാവശ്യം മാറി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാലോ. അതെ. അപ്പൊ നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ ആദ്യം നമ്മുടെ കിച്ചൺ സെറ്റിലേക്കുള്ള, പക്ഷേ നമുക്കൊന്ന് വാക്യൂം ക്ലീൻ വെച്ച് ക്ലീൻ ചെയ്തിട്ട് കിച്ചൺ സെറ്റ് ഇത് കുറെ ആൾക്കാർ പറയുന്നതേ വണ്ടി ഇവിടെ കണക്ട് ചെയ്യുന്നതിന് മുന്നേ ഇത് ഞാൻ പറഞ്ഞത് ഇതിനെ വയറ് എന്നാണ്. അല്ല, വള്ളി എന്നാണ്. ഇത് വള്ളിയല്ല, ഇത് കേബിളാണ്. വയർ കേബിൾ എന്നൊക്കെ പറയാം. അപ്പൊ ഇത് കണക്ട് ചെയ്യണമെങ്കിലേ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ആൻസിയാണെന്ന് വണ്ടി സ്റ്റാർട്ട് ആക്കാൻ ഞാൻ സ്റ്റാർട്ട് ആക്കാനൊക്കെ പഠിപ്പിച്ചു കേട്ടോ. ആകെ പഠിച്ചിരിക്കുന്നത് ഇതാണ് കേട്ടോ. ഫുള്ള് ചവിട്ട്. വാവ്, പൊളിച്ചോ. ഇത് കണക്ട് ചെയ്യാം. അപ്പൊ അതല്ല നമ്മുടെ കാര്യം, നമ്മള് ഇതൊന്ന് ചെയ്യണം. ഇത് നല്ല വൃത്തികേടായിട്ടുണ്ട്. മൊത്തം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ബോക്സ് എല്ലാം ഊരിയിട്ട് വേണം നമുക്ക് ഇത് ക്ലീൻ ചെയ്യാം. നല്ല ഒച്ച കണ്ടല്ലോ. ടൈറ്റല്ല ഇവിടെ ഒന്ന് തള്ളിയാണ്. ഇവിടെ
അപ്പോൾ ആൻസി ഇവിടെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പൊടിയൊന്നും ഇല്ല, വലുതായിട്ടില്ല, പക്ഷെ ഉള്ളത് അങ്ങനെ കളഞ്ഞേക്കുവാണെങ്കിലേ. അപ്പോൾ നമ്മുടെ ട്രോകളുടെ എല്ലാത്തിൻ്റെ ഉള്ളിൽ നല്ല പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് വടിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് വേണം നമുക്ക് സാധനങ്ങളെല്ലാം കയറ്റാൻ. ഓ, ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ഗുണമുണ്ടല്ലേ? ഇത് കണ്ടില്ലേ, എല്ലാം മൂല നമുക്ക് ക്ലീൻ ചെയ്യാം, സ്വന്തമായിട്ട് വലിച്ചെടുക്കാം. കാര്യം വലിയ വിലയൊന്നുമില്ല, എന്നാലും സാധനം അതിന്റെ പണിയെടുക്കുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നത്. അപ്പൊ ബാക്കി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി കിച്ചണിലേക്കുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യാട്ടോ. അപ്പൊ നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ. ഞാൻ വേറൊരു കാര്യം പറഞ്ഞു, നീ എപ്പോഴും കർപ്പൂരം ഇതിൽ കർപ്പൂരം ഉണ്ടോ? ഇല്ല. പിന്നെ നീ കർപ്പൂരം വരെയെന്നല്ലേ എല്ലാരും പറയാം. അല്ല, അതിന് നമ്മുടെ വേറെ അടുക്കളയിലേക്ക് വെക്കുന്ന ചടങ്ങാണ് ഈ നടക്കാൻ പോകുന്നത്. ഓക്കെ, നീ ഒരു കർപ്പൂരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മുടെ വേറൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. ആയിക്കോട്ടെ, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതെന്താ സാധനം എന്നറിയോ? വണ്ടിക്കകത്ത് നമ്മുടെ മണം സ്മെല്ലിന് വേണ്ടി വെക്കുന്നതാണ് കർപ്പൂരം. ഇത് പക്ഷേ കർപ്പൂരത്തിന്റെ മണമാണ്. കർപ്പൂരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനത് ഓർത്ത്. നമ്മുടെ അടുക്കളയിലേക്കുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഉദ്ഘാടനം ചെയ്തോളൂ. അതെ, ഇത് മഹാരാഷ്ട്ര പ്രൊഡക്റ്റ് ആണ്. കൊണ്ടുപോവാ, വീട്ടിൽ വെച്ചാലും കുഴപ്പമില്ല. നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. ഇതെങ്ങനെ ഇത്രയും കയറ്റി വെക്കണോ? ഇത് കുറച്ചും കൂടി കയറ്റി വെക്കണോ? അതങ്ങോട്ട് നള്ളിൽ വെച്ചോ, എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് വെക്കാം. തേയില, പഞ്ചാര, ഇത് എനിക്കുള്ള സ്പെഷ്യൽ. ഇത് വേറെ, ഇത് ചോക്ലേറ്റ് തേയില, നമ്മൾ ഊട്ടി പോയ. അതെ, അതൊക്കെ ഇനിയിപ്പോ ഇതിന്റെ അകത്ത് സാധനങ്ങൾ കയറുന്നുണ്ട്. ഏതാ ഇതൊക്കെയാ? വെളിച്ചെണ്ണ ഒന്നും അതിന്റെ അകത്ത് എങ്ങനെ ഇടൂടി? വെളിച്ചെണ്ണ ഇടാൻ പറ്റില്ലെങ്കിൽ വേണ്ട, മാറ്റി വെക്കാം. ഇതെന്താ? ഇത് മല്ലിയുടെ എന്താ പറയാ, പരിപ്പ് പോലത്തെ സാധനം. നമ്മുടെ അടുക്കള കാണാൻ സെറ്റ് ആയി അല്ലേ? അടുക്കള കാണൽ ചടങ്ങിന് ആർക്കും വേണമെങ്കിലും വരാവുന്നതാണ്. പേസ്റ്റ് ഒക്കെ അതിന്റെ അകത്ത് ഇടണോ? വേണ്ട. എന്താ എന്റെ സ്പ്രേ കുപ്പിയൊക്കെ പൊട്ടിക്കുവോ? ഇല്ല. ഇതായിരുന്നു നമ്മുടെ പ്ലേറ്റ്. ഇത് നമ്മുടെ കിച്ചണിൽ കയറില്ല, ഞാൻ പാത്രം ഒന്ന് ചേഞ്ച് ചെയ്തു. നമ്മൾ ശരിക്കും ആ പാത്രം വെക്കാനുള്ള പാത്രത്തിന് കിച്ചൺ പണിതാ മതിയായിരുന്നു, അപ്പൊ ശരിയായിരുന്നു. അല്ല, അത് ചെറിയ പാത്രം മതി നമുക്ക്, ഇത്രയും വലിയ പാത്രത്തിന്റെ ആവശ്യം. കൊച്ചിന് പാത്രം എടുക്കുന്നുണ്ട്. കൊച്ചിന്റെ ചെറിയ ഇങ്ങനെ ബോക്സ് ആയിട്ടുള്ള പാത്രം ഉണ്ട്. നമുക്ക് വേഗം സാധനങ്ങളെല്ലാം എടുക്കാം. അതെ, അങ്ങനെ ഞങ്ങളെ സാധനങ്ങളെല്ലാം കയറ്റി. ഇത് തന്നെ ഇറങ്ങി വരുന്നു. അതാ പൈപ്പ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതാവുന്നതിന്റെ. ഇതിൽ കുക്കിങ്ങിന്റെ മസാല സാധനങ്ങൾ. രസം എന്താ അറിയോ? ഇത് അടയ്ക്കുക, നീ ഫ്രണ്ടിലേക്ക് വാ. ഇവിടെ നോക്ക്, ഇത്ര സാധനം ഉള്ളൂ. സാധാരണ നമ്മൾ പോകുമ്പോ ഒരു ലോഡ് സാധനമായിട്ട് പോകുന്ന. ഇപ്രാവശ്യം സാധനം ഇല്ലല്ലോ. സാധനത്തിന്റെ കുറവ് കാരണല്ലേ, ഇവിടെ വലിയൊരു ബോക്സ് വന്നതിന്റെ മാറ്റാണ് ഇതൊക്കെ. അതെ, കാരണം നമ്മൾ രസം എന്താ അറിയോ, ഈ ഗ്യാപ്പിൽ നമുക്ക് സാധനം ഇടാം. വേറൊരു കഥ, വേറൊരു കഥ അറിയോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ ബാഗുകളൊന്നും ഇതിനുള്ളിലല്ലായിരുന്നു, മുകളിലായിരുന്നു. ഇതിന് ഏറ്റവും വലിയൊരു ബാഗ് തന്നെ ഇതിന്റെ ഉള്ളിൽ കയറി. 2 കുഞ്ഞു ബാഗുകൾ മാത്രമാണ് താഴെ വെക്കാനുള്ളൂ. ഇതൊരു കവറിലുള്ള ഇതും തുണി തന്നെയാണ്. അപ്പൊ ഇനി നമുക്കൊരു തുണിയാണല്ലേ, ലോഡ് കണക്കിന് തുണി ഉണ്ടല്ലോ. തുണിയാ, ഇതിങ്ങനെ ചുമ്മാ വെച്ചാൽ ഇവിടെ സെറ്റായി. അപ്പൊ നമുക്കിത് അടയ്ക്കാം. ബാറ്ററി നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ, അതൊന്ന് എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് മൂടി വെക്കണം, ഷോർട്ട് ആവാതെ, കത്തി പിടിക്കാതെ. നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് എടുക്കേണ്ടി വന്നാൽ എന്ന് വിചാരിച്ച് മാത്രം വെക്കുന്നതാണ് നമ്മൾ. ഇതിലല്ലാത്ത വേറെ ഒരു പരിപാടി നമ്മള് ഇപ്രാവശ്യം ചെയ്തിട്ടുള്ള ഇതാണ്. ഈ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു തെറ്റ് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതൊരു തെറ്റാണ്. നമ്മുടെ ഈ പ്രാവശ്യത്തേക്കുള്ള കുക്കിങ്ങിനുള്ള സാധനങ്ങളും ഇപ്പൊ ഇവിടെ തന്നെ വെച്ചു. പക്ഷെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ പോയതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ കുറ്റി വരും, ഗ്യാസും കുറ്റി. തൊട്ടപ്പുറത്ത് വെള്ളവും വരും. 10 ലിറ്ററിന് 2 ക്യാൻ എടുക്കാം അല്ലെ? ശരിക്കും മേളില് കാരിയർ വെച്ചിട്ട് ചെയ്യുന്നതായിരുന്നു ബുദ്ധി. ഒന്നും വേണ്ട, പക്ഷെ അത് വേണ്ട, ഇപ്പൊ വേണ്ട. കാരണം ഈ തണുപ്പുമാണ്, പിന്നെ അവിടെ വെള്ളം പോയി ഐസാവും, ആകെ സീനാണ്. അതെ, ഞാൻ ചിലരുടെ വീഡിയോ കണ്ടു. നമുക്ക് എന്നാലേ അടുത്ത ഇനി ഇത് പിടിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. നമുക്ക് കർട്ടൻ പിടിപ്പിക്കാൻ വേണ്ടി പിടിപ്പിക്കണം. ചേട്ടേ, ഇനി അവിടെ നോക്കിക്കൊണ്ട് കണ്ട വാ, ഇനി ഇതും കൂടെ ചെയ്യാം. എന്താണ്? ആൻസീന്റെ പരിപാടി. അതായത് വണ്ടിക്കകത്ത് ഞങ്ങളൊരു ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ്. ഇപ്പൊ എല്ലാരും വീടിന്റെ ഉള്ളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതെന്താ കാരണം ആൻസിക്ക് അറിയോ? അതായത് ഈ സാധനം ഭയങ്കരമായിട്ട് ഓക്സിജൻ പുറത്തേക്ക് തള്ളുന്ന സാധനം, കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, ഓക്സിജൻ. അപ്പൊ നമുക്ക് വണ്ടിക്കകത്ത് ഇനി ഓക്സിജൻ ഇല്ലാണ്ടൊരു പ്രശ്നം വരാൻ പാടില്ലല്ലോ. അപ്പൊ നമുക്ക് അതും കൂടി നട്ട് ഫ്രണ്ടിൽ എവിടെയെങ്കിലും പിടിപ്പിക്കാം. അടിച്ചു മാറ്റിയതായതുകൊണ്ട് പിടിക്കുമെന്നുള്ളതാ. സ്നേഹത്തോടെ പറിച്ചെടുത്ത, അങ്ങനെ പറയാം. അടിച്ചു മാറ്റിയതൊന്നുമല്ല. ഇനി ഇതിൽ ചകിരിച്ചോറിടാം. അപ്പോൾ അത് ആൻസീൻ്റെ ചെടി നടലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്തിനാ എടുത്തതെന്നറിയോ? ഇത് ഇവിടെ തൈ നട്ടു വെച്ചതാണ്. അപ്പോൾ അതിൽ നമ്മൾ ആട്ടുംകാട്ടവും
ചകിരിച്ചോറും എല്ലാ സാധനവും ഇട്ടതാ. അപ്പോൾ ഈ ഒരു ചട്ടി നിറയ്ക്കാനായിട്ട് വേറെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അത്രയും മതിയാവുമല്ലോ മതിയും തോന്നുന്നു അല്ലേ? നോക്കാം. അതുമല്ല, അത് പോയ ഒരു കവറാട്ടോ, അതിൽ തൈ ഇല്ലായിരുന്നു, തൈ പോയതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് അത് കിളുക്കുമോ എന്നുള്ളതാണ് എൻ്റെ പേടി. പാഷൻ ഫ്രൂട്ട് അത് മതിയാവൂലേ? മതി. തൈൻ്റെ ഇലയൊക്കെ ഒന്ന് കഴുകണോ? കഴുകിയതാ ഞാൻ രാവിലെ. ആണോ? 2 തൈ ഉണ്ട്. ഇനിയിപ്പോൾ ഓക്സിജൻ ഒട്ടും കുറവില്ലാണ്ട് കുറവായിട്ട് വരില്ല അല്ലേ? അതെ. ഇത് കണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് അടുത്ത ആൾ കൂടി വന്നു കേട്ടോ. പുള്ളിക്കാരത്തേക്ക് പിന്നെ ഇങ്ങനത്തെ പണികളൊക്കെ അത്യാവശ്യം ഭയങ്കര ഇഷ്ടമാണ്. ആ വെള്ളം എന്തിനാ കുഞ്ഞേ? ഇത് കളിക്കാനല്ല, അതാ ഇനിയിപ്പോൾ ചെളി നല്ല വൃത്തിയാക്കി അതിൽ കളിക്കാനാണ്. നമ്മളെ ചെടി സെറ്റ്. ഇനി ഇത് മറ്റേ പോട്ടിലേക്കും കൂടെ വെക്കാം. അതെ, എന്നിട്ട് വേണം നമുക്ക് വണ്ടിയിൽ ഒട്ടിച്ച് വെക്കാൻ. അടിയിൽ എന്തെങ്കിലും വെച്ച് കൊടുക്കണോ? അടിയിൽ ഒരു ബോക്സ് പോലെ ഉണ്ട്. അങ്ങനെ മതി. ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ ഗുണം എന്താ അറിയോ? ഒഴിക്കുന്ന വെള്ളം ഈ താഴേക്ക് കിടന്നോളും. അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ വണ്ടിക്കകത്ത് മറിച്ച് അലമ്പാവും. ഞാൻ ആദ്യം സെറാമിക്കിന്റെ പോട്ട് വെക്കാന്നൊക്കെയാണ് വിചാരിച്ചത്. ചേട്ടായി പൊട്ടിപ്പോന്ന് പറഞ്ഞോണ്ടാണ് പിന്നെ ഇതാക്കിയത്. നമുക്ക് കർട്ടനിലേക്ക് കിടന്നാലോ? ഇനി കർട്ടനിലേക്ക് കിടക്കാം. ഇത് ഇനി കുറച്ച് വേണേ വെള്ളം ഇത് എടുത്തിട്ടേ വെള്ളം ഒഴിച്ച് ഇവിടെ പുറത്ത് വെക്കാം. ആ വെയിലുള്ളടത്ത് വെക്കാം. അപ്പോഴത്തേക്ക് ഇത് കണ്ടോ, നമ്മളപ്പോൾ അന്നേരത്തേക്ക് ഈ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കർട്ടൻ വരുന്നത്. ഇതുമായിട്ട് ഒരു സാമ്യമുള്ളതൊക്കെ എടുത്തത്, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് കളറായി. ഞാറ്റേ എന്താണത് കളിക്കണേ? തുടങ്ങല്ലേ? കർട്ടൻ്റെ തുടങ്ങാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വണ്ടീനുള്ളിൽ കയറിട്ടോ. ഇനിയത്തെ പരിപാടി കർട്ടൻ പിടിപ്പിക്കാവുന്നത്. അതിന് ഊരുന്നേ? അതായത് ഊരിട്ടാണ് പിടിപ്പിക്കുന്നത്. ഊരിട്ട് വേണം പിടിപ്പിക്കാൻ. അതിന് മുമ്പ് എന്താ വേറൊരു പാടെന്നറിയോ? ഈ സാധനം എല്ലാം അത് നോക്കിയേ. ഈ കമ്പി എന്ത് ചെയ്യണം? കമ്പി ആദ്യം അളവ് ഏത് കമ്പിയാന്ന് കണ്ടുപിടിക്കും. ഓരോ സെറ്റ്. ഇതിൽ ഈ ഡോർ രണ്ടും വലുതല്ലേ? ഇതും വലുതാ അല്ലേ? അപ്പൊ ഇത് നമ്മൾ ഇന്നലെ വേറെ സ്ഥലത്ത് പോയി മുറിച്ചോണ്ട് വന്നാട്ടോ. ഇത് കണ്ടോ കമ്പികള്. അതേപോലെ ഇതാണ് ഇതിന്റെ ഹുക്ക്. ഇത് കണ്ടോ, എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇത് ഇങ്ങനെ പിടിപ്പിക്കണ്ടെന്നുള്ളത്. അതായത് ഈ ഹുക്ക് ഇവിടെ ഇല്ലേ, ഇവിടെ ഇങ്ങനെ തിരിച്ചങ്ങ് കയറ്റി നല്ല ടൈറ്റ് ആക്കും. അവൻ അവിടെ ഇരുന്നോളൂ. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇടുവോ? അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ അളവ് എന്ത് കണ്ടുപിടിക്കട്ടെ ദൈവമേ. അളവ് കണ്ടുപിടിക്കട്ടെ. ഞങ്ങളൊന്ന് ഞങ്ങൾ ഓരോ കമ്പികൾ കണ്ടുപിടിച്ചു, ഇനി ഓരോ തുണി കണ്ടുപിടിച്ചു. ഇനി കർട്ടൻ സെറ്റ് ചെയ്യാൻ പോകണം. അതായത് ഇതിന്റെ രസം അങ്ങനെയല്ല, ശരിക്കും ഇതല്ല ശരിക്കും ഇടണ്ടേ, ഈ തുണി അല്ല. പിന്നെ നമ്മൾ ഈ തുണി അങ്ങ് ഇട്ടു, ഒന്നും നോക്കിയില്ല. അതേപോലെ ഇപ്പുറത്തും ഇതേപോലെ ആ കൊളുത്ത് അങ്ങ് പിടിപ്പിക്കുക. ഇതാ കൊളുത്ത് നമ്മുടെ ഒക്കെ ഇച്ചിരി പോണ സാധനമാണേ. ഇതുണ്ടോ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ലായിരുന്നു ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പുള്ളി പറയാ, നമ്മളെ ഓട്ടോ അടിക്കാൻ ചെന്നപ്പോഴാണ് പുള്ളിയാണ് പറയുന്നത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് നമുക്ക് റെക്കമെൻഡ് ചെയ്തത് നമ്മുടെ ഗിരീഷേട്ടനാണ്. ഇത് ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തത്. മറ്റേ പരസ്യത്തിൽ പറയുന്നത്. ഇനി ഇത് നോക്കാൻ ഇനി ഈ സ്ക്രൂ ഇല്ലേ, ഇവിടെയുള്ള സ്ക്രൂയിലും അങ്ങോട്ട് മേളിൽ ഇത് ചെയ്യും, അതേപോലെ തന്നെ അടിയിലും. അപ്പൊ സെറ്റ്. ഇച്ചിരി ലൂസ് പോലെ ഉണ്ട്. ലൂസാണ് എന്താ ചെയ്യാൻ പറ്റും? കട്ട് ചെയ്യാൻ കുറച്ചും കൂടെ കട്ട് ചെയ്ത് കളയാലോ. കമ്പി ഇച്ചിരി കട്ട് ചെയ്ത് കളയത്തില്ലേ? കമ്പി കട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മുടെ ഇതൊന്നും കട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കട്ടിംഗ് പയറൊക്കെ വെച്ച് ചെയ്താ കണ്ടോ, ഇതിനിങ്ങനെ ഒന്ന് ടൈറ്റ് ആക്കുക. ഓടുന്ന സമയത്ത് നമ്മളിതിങ്ങനെ ഒരു വൺ സൈഡിലേക്ക് ഇങ്ങനെ ഇട്ടു അല്ലേ? ഇച്ചിരി വലുതല്ലേ? ഇച്ചിരി അല്ല, നല്ല രീതിക്ക് വലുതാ. നിങ്ങളിത് എവിടെ നോക്കിയിട്ടാണ് നിങ്ങൾ രണ്ടുപേരും കട്ട് ചെയ്തത്? മുറിച്ചത് അങ്ങനെ പറഞ്ഞല്ലേ? ഞാൻ മുറിക്കില്ലല്ലോ. ഒരു ഇത്രയും പോണ്ടി വരും. കട്ടൻ വയർ വെച്ച് നമുക്കൊന്ന് പിടിച്ച് നോക്കാം. ഇനി ഇത് ഊരി എടുക്കാൻ ഞാൻ ചേട്ടനോട് പറഞ്ഞില്ലേ, ചിലപ്പോൾ ഇവിടുത്തെ ആയിരിക്കില്ല, ഇപ്പുറത്തെ ആയിരിക്കുന്നത്. ഇവിടുത്തെയാണ് കേട്ടോ സംഭവം ശരിക്കും. അപ്പൊ ഇവിടെ അഴിച്ചിട്ടപ്പോ അത് സെറ്റ്. ഇവിടേക്ക് പിടിപ്പിക്കാം. അങ്ങനെ ഞങ്ങളുടെ ഒരു ഭാഗത്തെ കറക്റ്റ് ഞങ്ങൾ റെഡിയാക്കി. നിങ്ങൾ കാണുമ്പോൾ നമ്മൾ ഓരോ ഇതിന്റെ ചോട്ടിലായിരിക്കും, പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ കട്ട് ചെയ്തപ്പോ ഇത്രേ കൂടുതലുണ്ടായിരുന്നു ഇതിലിട്ടോ. കുക്കിന്റെ ഇച്ചിരി ഇത് കണ്ടോ, ഇത് ഈ സൈഡിൽ നിന്ന് നോക്കി എങ്ങനെയുണ്ട്, സെറ്റ് ആയില്ലേ? നമുക്ക് ആവശ്യം കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ
വലിച്ചാൽ നമ്മുടെ കർട്ടൻ സെറ്റ്. ഇവിടെ ഇതിനകത്തൊക്കെ ഇത്ര കൂടുതലുണ്ടായിരുന്നു, ഞങ്ങളതങ്ങ് കട്ട് ചെയ്തങ്ങെടുത്തു. ഞാൻ നോക്കുമ്പോണ്ടല്ലോ ഞങ്ങളൊന്ന് വേറെ പോയി കട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ച, പക്ഷെ നമ്മുടെ കട്ടിംബ്ലർ വെച്ച് ഞങ്ങൾ മുറിച്ചു. ഇതെന്താ കുഞ്ഞാറ്റെ? ഉണക്കാൻ വെച്ചേക്കാം. അത് നമ്മുടെ ഗ്ലാസ് അല്ലേടി? അത് ഗ്ലാസ് ആണ്. ഗ്ലാസിന്റെ പുറത്ത് മണ്ണ് തേച്ച് ഉണക്കാൻ വെച്ചേക്കോ. അല്ല, ഉണങ്ങട്ടെ. ഉണങ്ങിയിട്ട് എന്തിനാടി? ഓക്കെ. എല്ലാ ഉടുപ്പും തലയും കുത്തനൊക്കെ ഇട്ട് വെക്കുള്ളൂ. അപ്പൊ ഞങ്ങൾ അതും കട്ട് ചെയ്തു കേട്ടോ. അതും കട്ട് ചെയ്ത് കയറ്റി വെക്കും. അപ്പൊ ഇനി ഒരു തൊഴിലും കൂടെ പഠിച്ചില്ലേ? അടുത്തൊരു തൊഴിലും കൂടിയായി. അതെ, എല്ലാ തൊഴിലും നമുക്ക് ഉപയോഗിക്കാം. അതെ, ഇനിയിപ്പോ നമുക്ക് എവിടെയെങ്കിലും ചെന്നിട്ടെങ്കിൽ ഇതേപോലെ ഒരു ഡ്രില്ലിംഗ് മെഷീനും 5-6 സ്ക്രൂ ഉണ്ടെങ്കിൽ, നമുക്ക് ഈ സ്പ്രിങ്ങും ഉണ്ടെങ്കിൽ കർട്ടന്റെ പണി ചെയ്യാം. പുതിയ വണ്ടിയിൽ സ്ക്രൂ ചെയ്തപ്പോ എന്റെ ചങ്കങ്ങ് പൊടിയുമായിരുന്നു. ഹൃദയം തകർന്നു, നുറുങ്ങി അല്ലേ? കാര്യമില്ലാത്തവന്റെ പേരിൽ മാത്രം ഇടയ്ക്കിടയ്ക്ക് ഒരു സഹായി വരും അല്ലേ? ഒന്ന് എത്തി വലിഞ്ഞ് നോക്കിയിട്ട് പോവാൻ. അതെന്ത് സഹായിയാണോ എന്തോ. നമ്മുടെ കർട്ടന്റെ പണി ഏകദേശം തീർന്നു കേട്ടോ. എല്ലാം ഇങ്ങനെ വരച്ചങ്ങിട്ട സംഭവം സെറ്റായി. നമ്മുടെ കർട്ടൻ സെറ്റായി കേട്ടോ. അപ്പൊ അങ്ങനെ എല്ലായിടത്തും ഞങ്ങളൊരു സൈഡിലേക്ക് ഇങ്ങനെ വല്ല പിന്നു കുത്തി ഇങ്ങനെ വെക്കാന്ന് വിചാരിച്ചു. കാരണം നിയമത്തിന് വിരുദ്ധമാവണ്ടല്ലോ അല്ലേ? അപ്പൊ കറക്റ്റ് അതാ കുഞ്ഞാറ്റയും കാണിച്ചു. ഇവിടെയും കറക്റ്റ് ആക്കി കേട്ടോ. കുറച്ച് ഒന്നിങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കി വെക്കാനുള്ള കുറച്ചും കൂടി സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത്. അതും കൂടെ കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. ഡിക്കിയും കൂടിയേ ഉണ്ട്. ഡിക്കി നമുക്ക് രാത്രിയാവും ചെയ്ത് വരുമ്പോഴത്തേ രാത്രിയോ. ഇത് നമ്മൾ കുറച്ച് വാൾസ്, ഈ സെൽഫ് സ്ക്രൂ ഇല്ലേ, കുറച്ചെണ്ണം മേടിച്ചു വെക്കണം. സെൽഫ് സ്ക്രൂ ഈ ഹുക്കും മേടിച്ചു വെക്കണം. ഊരിയെങ്ങാനും പോയാലോ അല്ലേ? ഊരിയെങ്ങാനും പോയാ ബാക്കി എല്ലാ ഡോറും എല്ലാം സെറ്റപ്പായി. ഇനി നമുക്ക് ആൻസി ഈ ക്രോസ് ഇല്ലേ, അതങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു സെറ്റപ്പും കൂടി ചെയ്താല് പിന്നെ സീനില്ല. ക്രോസ് വേണമെന്നൊന്നുമില്ല. മറ്റേത് തുണി വലിച്ചു കഴിഞ്ഞാൽ എത്ര തുണി വേണം? ഇതിപ്പോ കറക്റ്റ്. അതെ, എന്നാലും കുറച്ച് തുണി വേണ്ടി വന്നു അല്ലേ? ഓ, ഇനി കറക്റ്റ് 4 ഹുക്കേ ഉള്ളൂ. 4 എണ്ണത്തിനേക്കുള്ളതായിരിക്കും. യെസ്, ബേക്കില് 2 പൈപ്പിന്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ കർട്ടൻ പണികൾ കഴിഞ്ഞു. അതായത് ഞങ്ങളുടെ ബെഡ്റൂം ഇവിടെ 99.9% ശരിയായിട്ടുണ്ട്. ബാക്കി 0.1% ഇപ്പോഴും ശരിയായിട്ടില്ല അല്ലേ? ആ 1% ശരിയാവില്ലല്ലോ, എല്ലാത്തിനും 1% ഇരിക്കുന്നത്. അതെ, എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് എപ്പോഴും ഉള്ളത് നല്ലതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, കർട്ടനൊക്കെ എല്ലാം സെറ്റപ്പ് ആക്കി നമ്മൾ തന്നെ പിടിപ്പിച്ചത്. അതിൻ്റെതായ അപാകതകൾ എന്തായാലും ഉറപ്പാണ്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു. നമുക്കിനി സാധനങ്ങൾ ഉള്ളിലൊന്നും വെക്കാനില്ല. ആകെ ഗ്യാസ് ഊറ്റിങ് മാത്രം ഒന്ന് കണക്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ സാധനം എന്താ ഇതൊക്കെ കണ്ടില്ലേ, മറിക്കേ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ നിറച്ച സാധനം. ഇതൊരുമാതിരി അല്ലേ, അതിൻ്റെ ഉള്ളിൽ ഗ്യാസിൻ്റെ ഇവിടെ ഇത് കണ്ടോ, മൊത്തം ഇടിച്ചു കുത്തി സാധനങ്ങളാണ് കേട്ടോ. പാത്രം അങ്ങനത്തെ സാധനങ്ങളുള്ളൂ, വേറെ അൽക്കുലത്തെ സാധനങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല. പാറ്റതെ ആ മൂല ബേക്കിൽ പോയി നിന്ന് കളിയാണ്. ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ട് കുറച്ച് അധികം സ്ഥലമുണ്ട് കളിക്കാനും കാര്യങ്ങൾക്ക് ഇരിക്കാനും കിടക്കാൻ. വണ്ടി ഓടുമ്പോ നമ്മുടെ അടുത്ത് തന്നെ ഇരിക്കുള്ളൂ, നമ്മുടെ അടുത്ത് തന്നെ ഇരുത്തുള്ളൂ കേട്ടോ. കൊച്ചിന്റെ ഉണങ്ങി ചെളി ഉണങ്ങുന്നു. ഇനി നമുക്ക് ചെടി ഫ്രണ്ടിൽ സെറ്റ് ചെയ്യണം. അത്രയും പരിപാടികളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു 2 ദിവസം നമ്മൾ എടുത്ത വീഡിയോ ആണ്. സാധനങ്ങൾ വാങ്ങുന്നു, വണ്ടിക്കകത്ത് കയറ്റുന്നു, കർട്ടൻ പിടിപ്പിക്കുന്നു, അങ്ങനെയെല്ലാം. ഇനി നമുക്ക് നമ്മുടെ ക്യാമറ പിടിപ്പിക്കണം. അത് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അല്ലേ? ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോയും പുതിയ യാത്രയായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. പുതിയ വീഡിയോയിൽ കാണുന്നോളം വരെ കുഞ്ഞാറ്റ ടാറ്റ കൊടുത്തേ.